ഹലോ, നമുക്ക് ഈ ഒരു ബോ എങ്ങനെയാണ് ക്രോഷ്യ ചെയ്തെടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു ബോയാണിത്. ഇതൊരു ബോയായിട്ടും അതുപോലെ തന്നെ ബാഗിൻ്റെ സ്ട്രാപ്പായിട്ടും ബെൽറ്റായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ബോ ചെയ്യാൻ കോട്ടൺ 4 പ്ലൈയുടെ യാണാണ് എടുത്തിട്ടുള്ളത്. 3 mm ഹുക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ യാണിൽ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ഫൈവ് ചെയിൻ ചെയ്യുക. ചെയിനെ നമ്മൾ ആദ്യത്തെ ചെയിനുമായിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് ക്ലോസ് ചെയ്യാം. ഇനി 3 ചെയിൻ നമ്മൾ ആ ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സർക്കിളിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. രണ്ട് ചെയിൻ ചെയ്യുക. വീണ്ടും സെയിം സർക്കിളിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മുടെ വർക്കൊന്ന് ജസ്റ്റ് തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ട് ഒരു ചെയിൻ ചെയ്ത ശേഷം നമ്മുടെ ആ 2 ചെയിൻ സ്പേസിലെ അതിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. വീണ്ടും നമ്മുടെ ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. 3 ചെയിൻ ഇടുക. ആ ചെയിൻ സ്പേസിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ ചെയ്യുക. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സെയിം 2 ചെയിൻ സ്പേസിലേക്കാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഡബിൾ ക്രോഷ്യ ചെയ്ത ശേഷം ഒരു ചെയിൻ ഇടുന്നു. നമ്മുടെ വർക്കൊന്ന് തിരിച്ച് പിടിക്കുന്നു. വീണ്ടും ആ 2 ചെയിൻ സ്പേസിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. ഈ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ബോയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കിഡ്സിൻ്റെ ഹെഡിൻ്റെ ലെങ്ത്ത് ചുറ്റളവ് എടുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് ഈ ഒരു ബോ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കറക്റ്റ് ആ ഹെഡിൻ്റെ ചുറ്റളവ് എടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്തിലേക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് 38 എണ്ണമാണ് കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് ലെങ്ത്തിൽ ടെയിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡാണിങ് നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ
ട്വിസ്റ്റ് ചെയ്യാതെ കറക്റ്റ് നോക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ വീവ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ടെയിലെൻ്റൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ടെയിലെൻ്റ് മുറിച്ചത് കുറച്ച് നീളം കുറവാണെങ്കിൽ ഇതുപോലെ ആദ്യമേ തന്നെ നീഡിൽ സ്റ്റിച്ചുകളുടെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ആ ടെയില് നീഡിലിൻ്റെ ആ ഹോളിലോട്ട് കടത്തി വിട്ട ശേഷം ഇങ്ങനെ വലിച്ചെടുത്താൽ പെട്ടെന്ന് അത് ഹൈഡായി കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ബോയ്ക്ക് ഇച്ചിരി കൂടി ഒരു ഭംഗി കൂട്ടാനായിട്ട് ഒരു ചെറിയ കുഞ്ഞി ബോ കൂടി ചെയ്ത് കൊടുക്കാം. അപ്പം അതിനായിട്ട് മാജിക് റിങ് ചെയ്യുക. ഇതുപോലെ കയ്യിലൊന്ന് ക്രോസ് ആയിട്ട് ചുറ്റിയെടുക്കുക. ആ പാരലൽ ലൈൻസിൽ സെക്കൻഡ് ലൈനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത ശേഷം ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ സർക്കിളൊന്ന് ചെറുതാക്കി കൊടുക്കാം. സർക്കിളൊന്ന് ഇതുപോലെ ചെറുതാക്കി കൊടുക്കുക. എന്നിട്ട് 4 ചെയിൻ ചെയ്യുക. 4 ചെയിൻ. നമ്മൾ ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷറ്റ് ആണ്. അപ്പം അതിനായിട്ട് 2 പ്രാവശ്യം നമ്മൾ യാണ് സൂചിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ലൂപ്പ് വീതം 3 ടൈംസ് ഇതുപോലെ ഗ്രാബ് ചെയ്തെടുക്കുന്നു. 2 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നു. ആദ്യത്തെ 2 ലൂപ്സിലൂടെ ഒരു പ്രാവശ്യം എടുക്കുന്നു, രണ്ടാമത്തെ ലൂപ്സിലൂടെ 2 പ്രാവശ്യം എടുക്കുന്നു. അങ്ങനെ 2 ലൂപ്സ് വീതം 3 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്സിലൂടെ കയറ്റി, വീണ്ടും 2 ലൂപ്സിലൂടെ കയറ്റി, വീണ്ടും 2 ലൂപ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യുക. ഇതുപോലെ 4 ട്രിപ്പിൾ ക്രോഷറ്റ് നമ്മൾ ഈ മാജിക് റിങ്ങിൽ ചെയ്തെടുക്കണം. ശേഷം 4 ചെയിൻ ഇടുക. 1 2 3 4 ചെയിൻ ഇട്ട ശേഷം മാജിക് റിങ്ങിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. 4 ചെയിൻ ഇടുക, 4 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യുക, വീണ്ടും 4 ചെയിൻ ഇട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് മാജിക് റിങ്ങിനോട് ജോയിൻ ചെയ്യുക. നമുക്കതൊരു ബോയുടെ ഷേപ്പിലോട്ട് ആകും. മാജിക് റിങ് ഒന്ന് ശരിക്കും ക്ലോസ് ചെയ്യുക. നമ്മുടെ യാണ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത യാണാണ് നമ്മൾ പിന്നീട് ഇതുപോലെ ഒന്ന് ചുറ്റി ബോയ ഒന്ന് ചുറ്റി ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എന്നിട്ടൊന്ന് ചുറ്റിയെടുത്ത ശേഷം ഇതുപോലെ മാജിക് റിങ്ങിൻ്റെ ടെയിലെൻഡും അതുപോലെ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ടെയിലെൻഡും കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഇത് നമുക്ക് ബോയിലേക്ക് ഗം ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഹോട്ട് ഗണ്ണോ അല്ലെങ്കിൽ A6000 ഗമ്മോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഈ ഒരു ബോ നമ്മൾ ആ ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.